ദൂരെ നിന്നവൻ ഞാൻ, ദൂതായി വന്നവൾ നീ, വാക്കായി പെയ്ത മോഹമേ. കൂട്ടത്തിൽ ആർക്കും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്? ഷെബിന്. അവിടെ വിജയ് വിട്ടും ഷെബിനെ ഏറ്റവും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് പ്രപ്പോസല് വന്നിട്ട് കൊഞ്ചം പാരിക്കണ്ണ തമിഴ് പറഞ്ഞേ. അല്ല സിംഗിൾ ലൈഫ് അല്ലോ നോക്കാനല്ലേ? ആണോ? ആവട്ടെ. ഇല്ല ചോദിക്കത്തില്ല, ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, പേടിക്കണ്ട. അവന്റെ വല്ല തേപ്പും കിട്ടി, അത് ചോദിക്കുന്ന എന്തിനാ ചീത്ത വിളിക്കാൻ നീ എന്നെ പറ്റി അവിടെ പറയല്ലേ? പേരൊക്കെ പറഞ്ഞായിരുന്നു. പേര് ഓൾറെഡി അറിയാം എല്ലാവർക്കും, വീക്കെൻഡ് അറിയാം എല്ലാവർക്കും പേര്. അവള് ഇട്ടാക്കി ഞാൻ മെസ്സേജ് അയച്ചു, അപ്പൊ അവളെ എനിക്ക് റിപ്ലൈ താൻ ഏതാണെന്ന് ചോദിച്ചു. പാട്ട് ഇപ്പൊ ഓൾറെഡി അങ്ങനെ വലിയ പാട്ടുകാരിയെ കാര്യങ്ങളൊന്നും, പക്ഷെ എന്നാലും പാടുമ്പോ പെർഫെക്ഷൻ ഇല്ലെങ്കിലും ലിറിക്സ് എങ്കിലും കറക്റ്റ് ആയിരിക്കണം. അല്ല ഇവിടുന്ന് ഇപ്പൊ എണ്ണം വരും പറയാൻ വേണ്ടി ഒന്നുമില്ല, ലിറിക്സ് ഇല്ലെങ്കിലും കൈന്നിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആക്ച്വലി നഴ്സിങ്ങിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ശബ്ദമൊക്കെ എടുത്തിട്ടുണ്ട്, എന്റെ കുക്കിന് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ നഴ്സിംഗ് എടുക്കുന്നുണ്ട്. ലാസ്റ്റ് അതിന്റെ 2 മാസം കഴിഞ്ഞപ്പം അഡ്മിഷൻ കിട്ടി നഴ്സിംഗ് കോളേജ്. ഞാൻ എങ്ങനെ നിൽക്കേണ്ടതെന്ന് എനിക്കൊരു അറിയത്തില്ല. ഇങ്ങനെ കണ്ടുകൂട്ടി ഞാൻ എന്റെ വീട്ടിൽ വന്ന് അവിടെ വാപ്പാട്ട് കമ്പനിയായി. വാപ്പാട്ട് പിന്നെ സപ്ലി വല്ലതുണ്ടോ? സപ്ലി എന്തിനു? അതേ ഉള്ളന്ന് കുഴപ്പമില്ല. എന്റെ പൊന്ന വെറൈറ്റി കണ്ടന്റ് എവിടെന്നാ കിട്ടുന്നേ? വെറൈറ്റി കണ്ടന്റ് ഞാൻ മാത്രമല്ല, എന്റെ ബാക്കിൽ നിന്ന് 2-3 പേര് നോക്കുന്നുണ്ട്. ബാസി എന്ന് പറയുന്ന ഒരുത്തനും, പിന്നെ അടി ഷെയർ ചെയ്യാവരും കാണോ? പിന്നെ അല്ല ക്യാമറ അവിടെ വെച്ചിട്ട് എന്നെ പറഞ്ഞു കൊടുത്തുള്ളൂ. അമ്മമാർക്ക് ഓടണമെങ്കിൽ മുൻകൂട്ടി ഓടാല്ല, ഇടി കിടക്കുവാണെങ്കിൽ ഒപ്പോഴും ഓടും, ക്യാമറ കാണിക്കത്തില്ല. ക്യാമറ ആയിട്ട് ഓടുന്നു. ഒരു ദിവസം ഞാൻ പറയാം, എനിക്ക് ഫസ്റ്റ് ഞാൻ യൂട്യൂബ് എടുത്ത സമയത്ത് ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ ഇടി ഇടുന്നൊരു സീനാണ്. ട്യൂട്ടോറിയൽ നിന്ന് ഇറങ്ങിയത് 8ാം ക്ലാസ്സിലാണ്ടാ, ചെറിയൊരു വയസ്സിൽ. അപ്പം ഇടി ഇടുന്നൊരു സീൻ ചെയ്യാന്ന് പറഞ്ഞ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി ഇടിയിട്ട്. ഒരാൾ വണ്ടി നിർത്തി, ക്യാമറമാനെ കാണുന്നില്ല, നേരെ ഒറ്റ വിടല് അവിടെ പോയി നിന്നു. അങ്ങനെ പ്രാങ്ക് രീതിയിൽ വണ്ടി നിർത്താൻ ക്യാമറമാനെ കാണുന്നില്ല, ക്യാമറമാൻ ഓടി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പാട്ട് അങ്ങനെ ചെയ്ത് അടി കിട്ടുന്ന സീൻസ് ഇത് മാത്രമേ അടി ഇടുന്ന സീൻസ് ഇടത്തില്ല. ഉമ്മയും അപ്പയും കണ്ടാ പിന്നെ സീനൊക്കെ ഇല്ല. പരിപാടി നിർത്തി എനിക്ക് ഇല്ല അങ്ങനെ പറയത്തില്ല. അവര് സപ്പോർട്ടാണ്. അവനറിയാം ഞങ്ങളുടെ വാപ്പൊക്കെ വിളിച്ചിട്ട് എന്നെ എന്തൊക്കെയാ പറയുന്നത്. ലൈവിനകത്ത് കണ്ടോണ്ട് പറഞ്ഞാ എന്നെ വാപ്പ ഇങ്ങോട്ടാ ഡയറക്റ്റാ. അങ്ങനെ വൈബ് പിടിച്ച ഒരു ലെന്ത് വൈബാ വാപ്പായും മകനും. ആ കൊച്ചിന്റെ ഒക്കെ അടി എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇല്ല. നമ്മള് വിചാരിക്കില്ലേ ഇനിയിപ്പോ അറിയാത്ത ഒരാളുടെ അടുത്ത് പോയി വെള്ളം മേടിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അടി കിട്ടില്ലേ? ചോദിക്കുന്ന ഓക്കെ വെള്ളം കൊടുക്കും, കഴിഞ്ഞു പോകും. ഒരു കവളത്തുങ്ങാനും പിടിച്ചിരുന്നെങ്കിൽ അവളായോണ്ട് കൊടുത്ത അപ്പുറത്ത്. അങ്ങനെ അടി നല്ലോണം കിട്ടിയിട്ടുണ്ട്. സദാചാരക്കാരൊക്കെ ഇറങ്ങി വന്ന് വഴിയിലിട്ട് അടിക്കുന്ന നോക്കിക്കോ. അപ്പൊ റോഷൻ പ്രോയെ വിളിക്കും, റോഷൻ പ്രോയെ ഷെബിൻ പ്രോയെ വിളിക്കും. നീ വിളിച്ചാ അതെ, അതിന് കൊളാബറേഷൻ ഇല്ല, നമ്മളെല്ലാം ഒരുമിച്ച് അടിയെ കൊത്തി കൊണ്ടുപോകണം. പാട്ട് പാടാമോ? ഏതാണ് ഫേവറേറ്റ് സോങ്? ഞാൻ എപ്പോഴും പാടുന്ന ഫേവറേറ്റ് സോങ് ഉണ്ട്. ഞാൻ ലൈവ് കയറി പാട്ടോട് കരയിച്ചിട്ടൊരു പാട്ടുണ്ടായിരുന്നു. അതില്ല മറ്റേ പാട്ട് അന്ന് പാടും. അതിങ്ങനെ മിക്സഡായി പോകും. ചിലപ്പം വെള്ളി വരാൻ ചാൻസ് ഉണ്ട് തൊണ്ടവേന. അങ്ങനെ പോയി പാടും. അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാരും കൂടെ വേണ്ടിയാ പാട്ടെ. കണ്ടോ നാട്ടാരെ കണ്ടോ നാട്ടാരെ, ഉണ്ണിയുടെ അമ്മയെ കണ്ടോരുണ്ടോ, കാലമതികാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളെ, കഞ്ഞി കുടിക്കാണ്ട് പഴങ്കഞ്ഞി കുടിക്കാണ്ട് കാലപ്പുലർക്കാലെ പോയതാണേ, മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി കാലപ്പുലർത്തപ്പോ പോയതാണേ,
ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണിയുടെ അമ്മയോ എങ്ങോ പോയി കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാല പുലർത്തപ്പോ പോയതാണ് പാലോം പാലോ നല്ല നടപ്പാലോം അപ്പനെ കയ്യോം പിടിച്ച് നടക്കണ നേരോം ആയോരു പാലത്തിന്റെ തോണിയിൽ നിന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കാൻ ഒരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായിന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളു അപ്പൻ തന്നല്ലേ പറയാറുള്ളു ആരിയ നെല്ലിൻ്റെ ഓലെ നാടും പോലെ ചാഞ്ചാടും നീ ചാരിഞ്ഞാട് നാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ് അമ്മയുടെ പാട്ടിൻ്റെ ഇരടി കേൾക്കുമ്പോ താനെ ഉറങ്ങണ പൊന്നമ്പിടെ അമ്മയുടെ മാറിൻ്റെ ചൂടേറ്റു മയങ്ങാനും ഏറെ കൊതിയുണ്ടേ പെറ്റോരമ്മേ ഏറെ കൊതിയുണ്ടേ പെറ്റോരമ്മേ. ഈ പാട്ട് വീട്ടിലൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ? പിന്നെ ലൈവില് എല്ലാ ദിവസവും ലൈവിലും ഒരേ പാട്ടാണോ? മാറ്റി പഠിക്കില്ലേ? ഇവന്റെ ഹൈലൈറ്റ് ഓ അങ്ങനെ ഓരോരുത്തർക്ക് ഇത് ലൈവിൽ പാടിയിട്ട് ഒരു ഫാൻ ഗേളൊക്കെ ഉണ്ട്. എന്റെ ദൈവം അത് ചോദിച്ചപ്പോഴാ കൂട്ടത്തിൽ ആർക്കും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളേ? ഷെബീൻ. ഷെബിന്. അവിടെ വിജയം വിട്ടോട്ടും ഷെബിനും അംജുനും. അതിനകത്ത് ഷെബിനെ ഏറ്റവും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാ വന്ന് പ്രപ്പോസല് വന്നിട്ട് കൊഞ്ചം പാരിക്കണ്ണ എന്ത് തമിഴ് പറഞ്ഞേ ഇവൻ വേറെന്തൊക്കെയോ പറയുന്നത്. പ്രപ്പോസൽ ഡെയിലി പ്രപ്പോസൽ. എന്താണ് അവരോടൊക്കെ പറയാറുള്ളത്? ഞാൻ എടുക്കത്തില്ല ഓൾറെഡി കമ്മിറ്റഡ് ആണോ ആരെങ്കിലും? അങ്ങനെ ആരും ചുമ്മാ പറയാവോ? ഇല്ല അങ്ങനെ അപ്പൊ പിന്നെ റിപ്ലൈ കൊടുക്കാറില്ല. സിംഗിൾ കണ്ടാ അങ്ങനെ തോന്നും, പക്ഷെ ഇല്ല. അല്ല സിംഗിൾ ലൈഫ് അല്ല ഒന്നും ഓർത്താനല്ലേ ആണോ? ആവട്ടെ. ഇല്ല ചോദിക്കത്തില്ല, ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, പേടിക്കണ്ട. അവന് വല്ല തേപ്പും കിട്ടിക്കാണോ? കിട്ടി, അത് ചോദിക്കുന്ന ഓർത്തിട്ടായിരിക്കും പുള്ളി അത് ചോദിക്കണം എന്ന് ഓർത്താണ് പുള്ളി. കഥ കഥ എന്തുവാ തേച്ചിട്ട് പോയി, അതന്നെ കഥ. അത് ഈ ഫസ്റ്റ് നമ്പർ ഇവിടുത്തെ ഇന്റർവ്യൂ പറഞ്ഞ കാര്യ ഇന്റർവ്യൂ ചേഞ്ച് ആവും. സംഭവം റോഷൻ ബ്രോയുടെ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ള ആദ്യമേ എനിക്ക് ലൈൻ ഉണ്ടായിരുന്നു 8, 9 1 വർഷം വരെ. 8 വർഷോ? അല്ല 1 വർഷം വരെ മാസം പറഞ്ഞു 1 വർഷം. റോഷൻ ബ്രോയുടെ ഇന്റർവ്യൂ ഉണ്ട്, ആ കാര്യം ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവള് വന്ന് എന്തിനാ ചീത്ത വിളിക്കാൻ നീ എന്നെ പറ്റി അവിടെ പറയല്ലെന്ന്. പേരൊക്കെ പറഞ്ഞായിരുന്നു. പേര് ഓൾറെഡി അറിയാല്ലായിരിക്കും, മിക്ക ഇന്റർവ്യൂ അറിയാം എല്ലാവർക്കും പേര്. പോയിട്ട് ആ പെണ്ണിന്റെ പേര് പറയും. പിന്നെ അവളെന്തോ ഞാൻ പരമാവധി എന്റെ ഇന്റർവ്യൂ അത് കട്ട് ചെയ്തിട്ട് ഇവനില്ല ഇന്റർവ്യൂ നോക്കി നടക്കുക. എനിക്ക് ഇന്റർവ്യൂവിന് പോണ അവളുടെ പേര് ഇപ്പൊ എനിക്കൊരു കാര്യം പറയാണ്ട്, ലൈവ് അല്ലെ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു മോളെ സ്നേഹം കൊണ്ട് പറയുവാ, നീ രക്ഷപ്പെട്ടു. എന്താ ഷിമിനെ നിന്റെ ലൈഫ് എന്താ, നീ ഹാപ്പി അല്ലേ? എനിക്ക് പെണ്ണില്ലടാ. ഷിമിന് പെണ്ണില്ല. എനിക്ക് പെണ്ണ് ഞാൻ വേണം. നിന്നെ എന്തിനാ അവള് തേച്ചത്? കയ്യിലിരിപ്പോണ്ടല്ലേ? ഞാൻ പറയാം, ഇപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാൻ പോകുമ്പോ ചിലപ്പോ പെണ്ണുങ്ങളായിട്ട് മിണ്ടുന്നത് പൊസസീവ്നെസ്. നേരാ, കൊച്ചു നോക്കുമ്പോ അപ്പുറത്തേക്ക് കൊച്ചിന്റെ മോന്തേക്ക് പിടിക്കുക. അല്ല, അവൾക്ക് എങ്ങനെ പോസിറ്റീവ് അടിക്കാതിരിക്കുക? വെള്ളം കൊടുക്കല്ലോ ചെയ്യുന്നു, പോയി കവിളിന്നുള്ളൂ. അല്ലാതെ ഞാൻ ഓരോ പറഞ്ഞിട്ടില്ലേ പിന്നെ അവളെന്ത് നോക്കും എന്നിട്ട് ഈ കഥയൊക്കെ അവളോട് പറയും ചെയ്യും. പിന്നെ എത്ര വട്ടം അല്ല ഇപ്പൊ ഞാൻ പറയുന്നത് ട്രൂ ലവ് ആയിരുന്നു. ഇവൻ നിങ്ങളെ വിളിച്ചോണ്ട് വന്നേക്കുന്ന എന്താണെന്നറിയോ? ഇവന്റെ കുടുംബജീവിതം, അത് മാത്രമാണ് ലക്ഷ്യം. ഞാൻ മറ്റേ ഇന്റർവ്യൂ എടുത്തത് പകുതി മുക്കാൽ ഇതാ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ഇത് തുടങ്ങും. പിന്നെ തേപ്പ് ഞാൻ പിന്നെ എവിടെ വെച്ച് ഒരു പോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്ക്, സ്പെഷ്യൽ എപ്പിസോഡ് വിത്ത് അംജു. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആവട്ടെ, എപ്പോഴും വേക്കൻസി ഉണ്ട്.
വേക്കൻസി എല്ലാ ഇന്റർവ്യൂവിലും കയറി ഇറങ്ങിയിട്ട് അവളുടെ പേരും പറയും, അവളെ തേച്ചിട്ട് പോയെന്നും പറയും, എന്നിട്ട് ഹാപ്പി ആയിക്കോട്ടെ. അവൾക്ക് ബ്രദേഴ്സ് വല്ലതും ഉണ്ടോ? എന്തോ ചേട്ടന്മാരും വല്ലതും ഉണ്ടോ? എനിക്കാ? അല്ല അവൾക്ക് അവക്ക് ഒരു പെങ്ങൾ, അവരുടെ പെങ്ങൾ ഇപ്പൊ എന്നെ വിളിക്കാറുണ്ട്. ഇതിനിപ്പോ ആ കൊച്ചു ഇന്റർവ്യൂ കൂടെ അറിയൂ. ചേട്ടന്മാരൊന്നുമില്ല, ചേട്ടന്മാരാരില്ല. മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ ഒരു നോക്കി മാമയുണ്ട്, പിന്നെ മാമ മാത്രമേ ഉള്ളൂ. അല്ല അവളിപ്പൊ ഇന്നലെ വിളിച്ചോളൂ. അവർ ഇത്ത അവള് ഇത്താക്ക് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പൊ അവളെ എനിക്ക് റിപ്ലൈ തന്ന താൻ ഏതാന്ന് ചോദിച്ചു. വെരി ഗുഡ്, അത് നന്നായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ റിലേഷൻ ഒന്നും നിന്നില്ല. നിന്ന് ചോദിച്ചാ തുടങ്ങാൻ പൂർവാധിക ശക്തിയോടെ ഞാൻ വീണ്ടും തുടങ്ങാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആളേനെ തപ്പി നടന്നോണ്ടിരിക്കുക. ഉണ്ട് ഓൾറെഡി. നീ എന്താ ഉദ്ദേശിക്കണേ? ആളുണ്ട് പക്ഷെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആഴ്ച വരണം. അങ്ങനല്ല പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് എന്താന്നറിയാം, വേണം വേറെ ലൈനും വേണം. എന്താണ് ഇത് പോയ അത് പോയ ഇത് അങ്ങനല്ല. അത് വരുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ അതിന് പറഞ്ഞിട്ടില്ലല്ലോ ഇഷ്ടം. കണ്ട അല്ല ഇതൊന്നും ഇല്ലെങ്കിൽ നാട്ടിൽ ഇറങ്ങി അടിയും പോയി. വരും എന്തൊക്കെയാണ് ഫസ്റ്റ് ലൈൻ അല്ലായിരുന്നു. നിനക്ക് പബ്ലിക് ചാലഞ്ചിൽ ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. എൻജോയ്. അവള് പേടിച്ചു, എനിക്കൊന്നും അറിയില്ല. നീ ഏതാ? അവിടെ എങ്ങനെ ഫാൻസിന്റെ കാര്യം ബിയുടെ അടുത്ത് ഇങ്ങനെ ഫാൻസ് ചുമ്മാ പറയുവാണോ? അമ്മായി ആരും അങ്ങനെ ബിയാന്നോ ചേച്ചിന്നോ ഒന്നും വിളിക്കത്തില്ല, എന്നെ അമ്മായിന്ന് വിളിക്കത്തില്ല. അതിപ്പോ എന്നെക്കാളും മൂത്തവരും ഇടവരും ഒക്കെ എന്റെ വട്ടപ്പേര് തന്നെ ഇപ്പൊ അമ്മായിന്നാ. എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്തായാലും പേരുണ്ട്. അപ്പൊ പിന്നെ ആ പേരങ്ങോട്ട് പോപ്പുലർ ആവട്ടെ എന്ന് വിചാരിച്ചു. അത് ഞാൻ ഇവന്റെ ഒരു ലൈവില് ഞാൻ ഇങ്ങനെ കമന്റ്സ് ഇടായിരുന്നു ഫസ്റ്റ്. അപ്പൊ ഇവൻ ബിയമോളെ ഇങ്ങനെ വിളിച്ചപ്പം പിള്ളേരെല്ലാം ചോദിച്ചു ഇത് ആരാ ബിയാന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു ബിയ എന്റെ ഒരു അമ്മായിയാണ്. അങ്ങനെ ഞാൻ ലൈവിൽ കയറിയപ്പോ ഇതാണോ നമ്മുടെ അമ്മായി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും അമ്മായിന്നാ വിളിക്കുന്നത്. എല്ലാരും അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു പേജ് അങ്ങോട്ട് തുടങ്ങി. കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം ഇവന്റെ ലൈവിൽ കൂടെ ആണല്ലോ അത്യാവശ്യം എന്റെ പാട്ടൊക്കെ ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങി. പിന്നെ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന ടൈമില് അത് തെറ്റിപ്പോയി കിട്ടാതെ വരുമ്പം സിറ്റുവേഷനിലോട്ട് പോകും. ഇവളിങ്ങനെ പാടി വരുമ്പോഴത്തേന് ഒറ്റയടിക്കായിരിക്കും മെന്റലാവും. മൂഡ് സിങ്സ് വരും. ഇതെന്താ അന്യനാ? അതല്ല മറ്റൊരു റീത്ത് റീത്തയുടെ ഒക്കെ അവസ്ഥയില്ലേ, അതിലോട്ടൊക്കെ പോവാണ്. കറക്റ്റ് സാധനം കിട്ടിയില്ല. എന്നുവെച്ചാല് എനിക്ക് ഈ ലിറിക്സ് മാറിപ്പോകുന്ന ഭയങ്കര ദേഷ്യമുള്ള കാര്യം. പാട്ട് ഇപ്പം ഓൾറെഡി അങ്ങനെ വലിയ പാട്ടുകാരിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും പാടുമ്പോ പെർഫെക്ഷൻ ഇല്ലെങ്കിലും ലിറിക്സ് എങ്കിലും കറക്റ്റ് ആയിരിക്കണം എന്നുണ്ട്. അല്ല ഇവിടുന്ന് ഇപ്പൊ എണ്ണം വരും പറയാൻ വേണ്ടി ഒന്നുമില്ല. ലിറിക്സ് ഇല്ലെങ്കിലും കൈ നിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. ആരെ കുറിച്ച് പറഞ്ഞ? അവനെ തന്നെ പറഞ്ഞ. ഓക്കേടാ, ചോദിച്ചു അല്ല ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഊക്ക് വാങ്ങുന്ന ഞാനാ. എന്നിട്ട് അത് സ്വയം അഭിമാനത്തോടെ പറയും ചെയ്യും. അല്ല എനിക്ക് ഞാൻ അത്രയും ഇത് കൊടുക്കുന്നവര് ഊക്കുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേറെ എല്ലാവരും ഒന്ന് ഊപ്പാണെങ്കിൽ തിരിച്ചു കൊടുക്കും. ഓ ശരിക്കും. അല്ല ഇവര് നമുക്കൊരു ഇതുണ്ട്, മറ്റൊരൊന്നും ഊക്കുവാണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം. ഇവരുടെ ഒരു ബോണ്ട് ഇങ്ങോട്ട് പിന്നെ തിരിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല. 4 സൈഡിൽ വട്ടത്തിൽ റോഷൻ ബ്രോയിൽ ഊക്ക് കിട്ടുമെന്ന് വെച്ചോ, അവിടെ തുടങ്ങുവാണെങ്കിൽ ഇവര് ഇത്രയും പേര് കൂടെ എന്നെ ഇങ്ങോട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെ ഇരിക്കണം കേട്ടോണ്ട്. ഇപ്പൊ എല്ലാവരും തമ്മിൽ അത്യാവശ്യം ബോണ്ടും കണക്ഷനും ഒക്കെ ആയില്ലേ? ഇതിലെല്ലാവരുടെയും നെഗറ്റീവും പോസിറ്റീവും ഓരോന്ന് വെച്ചിട്ട് എല്ലാവരും പറയാവോ? അതായത് അവന്റെ ആദ്യം പറ, അംജുന്റെ. നീ നിന്റെ പറയുന്നേ, ഇപ്പൊ നീ മിണ്ടാതിരിക്കേ. എന്റെ കാര്യം നെഗറ്റീവ് പറയുന്ന പറഞ്ഞ ഞാൻ എന്താ നല്ലൊരു വ്യക്തിയാണ്. പറഞ്ഞോടിപ്പിക്കണ്ടേ? ഇവൻ എനിക്ക് തോന്നിച്ചാൽ ഇവൻ ഈ വള്ളി പെട്ടെന്ന് പിടിക്കും. വഴി കൂടെ പോകുന്ന വള്ളി അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് ചെന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കും. അങ്ങനത്തെ ഒരു ഒരു പോസിറ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാല് ആളൊരു ശുദ്ധനാ. മീൻസ് ഈ ഉള്ളിൽ നിങ്ങി പോരുന്ന പകുതി ഇങ്ങ് തന്നെ പോരുന്നയാ. അതിൽ അവൻ ഇങ്ങനെ നോക്കത്തില്ല അത് പറയണോ വേണ്ടയോ, ഉള്ളിലുള്ളത് നേരെ അങ്ങോട്ട് വരും. അതായത് ശുദ്ധ എപ്പോഴും എന്ത് ആള് പാവമാണ്, പക്ഷെ ആൾക്ക് എപ്പോഴും എന്ത് എവിടെ പറയണോന്നുള്ളൊരു
ചില സൈഡ് നമ്മളിങ്ങനെ അവർക്ക് ഇപ്പൊ കിട്ടുമെന്നുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിനക്ക് എന്താ അവന്റെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ലേ? എനിക്ക് ഇതൊക്കെ തന്നെയാണ് പുള്ളിക്കാരനോട്. എന്തെങ്കിലും നീ ഒരു കാര്യം സംസാരിക്കുമ്പം ഫസ്റ്റ് അത് ആലോചിക്കണം. അപ്പം നിന്റെ ഒരു പ്രായത്തില് ഇപ്പൊ നിനക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ തോന്നും, പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് അത് ഇപ്പൊ നമ്മുടെ ടീം അല്ല ഇപ്പൊ ഞാൻ അറിയാം. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും എടുത്തിയാടി പറയുകയാണെങ്കിൽ പറഞ്ഞുതരാൻ ഇപ്പൊ റോഷൻ ബ്രോ ആയാലും ഷെബിൻ ബ്രോ ആയാലും പറഞ്ഞുതരും, ഇങ്ങനെ പറയല്ലടാ, അപ്പൊ നമുക്ക് മനസ്സിലാവും. അല്ല ഇപ്പൊ ഞാൻ ഷിബിനോട് ഒന്നിച്ച് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് പറയും. ഞങ്ങളുടെ കൂടെ ഇവൻ വിക്കിപ്പഴും കാണും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില സിറ്റുവേഷനിൽ എന്താ ഇവന്റെ ഈ ഒരു ഇവൻ ഞങ്ങൾക്കല്ലേ ഇപ്പൊ 23 വയസ്സുണ്ട്, അവൻ ഞങ്ങളെ കണ്ടില്ലേ അറിയാം, അവനിപ്പോ 19 വയസ്സായിട്ടും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് മെച്ചൂരിറ്റി കുറവും പരിപാടികളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എടുത്തുചാട്ടത്തിൽ ഇതേപോലെ കുറച്ച് വള്ളിയൊക്കെ പിടിക്കാനും സംഭവത്തിലൊക്കെ ആള് കാണും. ഇപ്പൊ നമ്മുടെ ഏജ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളെക്കാളും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടായിരിക്കും ചെന്ന് പറയുന്നേ. എന്നുവെച്ചാ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ എടുക്കല് ഒരു നമ്മുടെ സീരിയസ് ആയിട്ടൊരു കാര്യം കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കും, ആള് ഫണ്ണായിട്ടൊരു സാധനം അടിക്കുന്നതായിരിക്കും, പക്ഷെ അത് അവർക്ക് പിടിക്കണമെന്നില്ല, എന്നുവെച്ചാൽ അതൊരു സ്ട്രേഞ്ചർ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ നമ്മൾ കുറെ മാറ്റി നിർത്തി പിന്നീട് ഉപദേശിച്ച് അങ്ങനെയൊക്കെ കുറെയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. നന്നാക്കാൻ നോക്കുന്നുണ്ട്. നന്നാക്കി എടുക്കാൻ നോക്കുന്നുണ്ട്, ഇപ്പൊ നോക്കുന്നുണ്ട്. മോൾഡിങ്ങില്ല അങ്ങനത്തെ കുറച്ച് മെച്ചൂരിറ്റി കുറവുണ്ട്. പക്ഷെ ആൾ ഇതേപോലെ പറഞ്ഞ പോലെ ഉള്ളിലൊന്നും വെച്ചിട്ട് പറയുന്നതല്ല, എല്ലാം ഫണ്ണാക്കാനും പോസിറ്റീവ് പറഞ്ഞ പോരട്ടെ. അത് എന്റെ നെഗറ്റീവ് മാത്രമേ ഇവന്മാർക്ക് പറയാനുള്ളൂ. എല്ലാം ഫണ്ണാക്കാനും അതിനു വേണ്ടിട്ട് ആള് ചെയ്യുന്ന, പക്ഷെ ആ ഒരു മെച്ചൂരിറ്റി കുറവേണ്ടി പ്രണവ് തൽക്കാലം ഒരു പോസിറ്റീവ് പറ, അവന് സന്തോഷാവട്ടെ. അല്ല പറയും, അവൻ സുന്ദരനാണ്. ഓ. അതെ. പിന്നെ ഞാൻ ആക്ച്വലി ഇവനിപ്പോഴാണ് നമ്മൾ പരിചയപ്പെടുന്നത് നേരിട്ട്. അപ്പോൾ ഇപ്പൊ കണ്ട് സംസാരിക്കും താഴെ ഞങ്ങളാണ് ആദ്യത്തെ, ഞാനവനോട് ആദ്യത്തെ നമ്മൾ സംസാരിച്ച ആളുടെ വർക്കൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ആള് ചെയ്യണ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന് ആൾ അതിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. ആള് ഓരോ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടോ, ഇത് കൊള്ളായിരുന്നില്ല, ഇന്നലെ വീഡിയോ കൊള്ളായിരുന്നില്ലേ. സോ ആളുടെ വർക്കിന് ആൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ സംഭവം കൊണ്ടുപോകുന്നുണ്ട്, ഭയങ്കര ആക്റ്റീവായിട്ട്. സോ അത് ഇത്രയും പ്രായത്തിൽ 19 വയസ്സിലൊക്കെ ഞാൻ ജസ്റ്റ് പഠിത്തം മാത്രമായിട്ട് നടക്കണേ. അന്നും മ്യൂസിക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടില്ല. സോ ആള് കൊല്ലംകാരനാണ്. ആളിപ്പോ ഇവിടെ എറണാകുളത്ത് വന്ന് നിന്നിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ആക്റ്റീവായിട്ട്. സോ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് പോസിറ്റീവായിട്ട്. ഡെഡിക്കേഷൻ ഉണ്ട്. നെഗറ്റീവ് പറയേണ്ടൊന്നുമില്ല, കാരണം എനിക്ക് അറിയില്ല, ഇല്ലാത്ത പറയണ്ടല്ലോ, അതുകൊണ്ടിട്ടാ. അറിയുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ആള് ഇതേപോലെ വർക്കിലും സംഭവത്തിലും ഒക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം, ശുദ്ധനാണ്. ഈ ഒരു സെറ്റപ്പ് മാത്രമല്ല, അത് നമ്മൾ ശരിയാക്കി എടുക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞിരുന്നത് മാറ്റാൻ വേണ്ടി ഞങ്ങള് മാക്സിമം ഇങ്ങനെ പിടിച്ചിരുത്തും. രാത്രി 2 മണിക്കൊക്കെ വിളിച്ചിട്ട് ഉപദേശിക്കും. പിന്നെ ക്ലാസ്സും അല്ല, 2 മണിക്ക് ഇന്ന ക്ലാസ് നിന്നെ നന്നാക്കുന്ന സെക്ഷൻ ഞങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങള് ശരിക്കും ഉപദേശിച്ച് നന്നായി. ഞങ്ങൾ ഇത്ര ഒരു സർക്കിൾ നിൽക്കുകയാണെങ്കിൽ എന്തുവേണേലും പറയാം. പുറത്ത് പോയി നമ്മുടെ ഇപ്പൊ ഒരു നമ്മുടെ സർക്കിൾ പറഞ്ഞ ഒരു പ്രശ്നമില്ല, പക്ഷെ പുറത്തൊരാൾക്ക് കാണുമ്പോ അത് നമുക്ക് ഇവനെ അറിയാവുന്നതുകൊണ്ട് ഇവനെ ഏത് രീതിയിൽ എടുക്കുമെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷെ പുറത്തൊരാളുടെ അടുക്കൽ അങ്ങനെ പോയി പറയരുതെന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളെ ഫ്രണ്ടിട്ട് ഇവന് അടി കിട്ടും നമുക്ക് തയ്ക്കത്തില്ലല്ലോ. അവനവിടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് എന്താ അല്ലടാ, കിട്ടിയാൽ മേടിക്കാനും തൊടുവാണെങ്കിൽ ഷെബിന് ഇടിക്കും. ഷെബിന് ഇടിക്കും, ഷെബിനും ഇടിക്കും. മനസ്സിലായില്ല എനിക്ക്. തൊട്ടാ ഇവൻ ഇടിക്കും. ഓ ആടാ, ഏതാണ് അതാ ചോദിച്ചേ. അങ്ങനല്ല, എല്ലാരും അങ്ങനല്ലേ. പ്രശ്നം നിനക്ക് ഇവരുടെ ഒരു നെഗറ്റീവ് ആയിട്ട് എന്താ തോന്നിയിട്ടില്ല മൊത്തത്തിൽ? അല്ല, ഓരോരുത്തരുടെ ആയിട്ട് പറഞ്ഞു. എന്നെ പറ്റി പറ. നിന്നെ പറ്റി ഞാൻ പറയാം. ഷെബിൻ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി ഞാൻ പറഞ്ഞുതരാം. തോന്നിയിട്ടില്ലോ സത്യത്തിൽ? ഒന്നും തോന്നിയിട്ടില്ല. അല്ല, ഞാൻ പറയും ഇവന്റെ ക്യാരക്ടർ വെച്ച് പറഞ്ഞ ഒരു ലൈവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല, ഇപ്പം ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കത്തുള്ളൂ, കൂടെ നിർത്തും ചേർത്ത്. ഇപ്പൊ ഇവൻ വഴിയാണ് ഇപ്പൊ എനിക്ക് ഇവരെല്ലാം കിട്ടുന്നത്. അങ്ങനെ കുറെ കാര്യം ഇപ്പൊ ഇവൻ വഴിയായിരുന്നു ദേവിയെ കിട്ടി തുടങ്ങിയ ഡിക്രു ആയാലും ഞാൻ എങ്ങനെ നിൽക്കേണ്ടതെന്ന് എനിക്കൊരു അറിയത്തില്ലായിരുന്നു. ഇവനെ കണ്ടുകൂട്ടി ഞാൻ എന്റെ വീട്ടിൽ വന്ന് അവിടെ വാപ്പാട്ട് കമ്പനിയായി. വാപ്പാട്ട് പിന്നെ അങ്ങനെ അന്ന് അല്ലേ ഞങ്ങളുടെ വാപ്പ വിളിക്കുകയാണെങ്കിൽ ഷെബിൻ ഇന്ത്യന്ന് വിളിക്കത്തുള്ളൂ. എന്നാൽ ഷെബിനെ കൊടുത്തിട്ട് എന്നെ നോക്കും. അങ്ങനത്തെ ഉള്ള നെഗറ്റീവായിട്ടൊന്നുമില്ല, ഫുള്ളി പോസിറ്റീവ്. ഇപ്പം നമ്മളൊരു കാര്യം തെറ്റെന്ന് പറയുന്ന സാധനം പറഞ്ഞുതരും, എന്തോ തെറ്റ് ശരി എന്തോ എന്ന് പറഞ്ഞു തരും. തെറ്റിലോട്ട് പോകണമെങ്കിൽ പറഞ്ഞുതരും, ഇന്ന തെറ്റാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. റോഷൻ ബ്രോ ആയാലും വെച്ചേലി ഏറ്റവും നല്ലൊരു ബെറ്റർ മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയും പറഞ്ഞാൽ മതി. നേരത്തെ 500 തന്നായിരുന്നു. അല്ല, കാര്യമായിട്ട് പറഞ്ഞാൽ റോഷൻ ബ്രോ ആയാലും എല്ലാ കാര്യവും തുറന്നു പറയും.
മറ്റേ ബ്രദറും മറ്റേ ബ്രദർ പോലെ അനിയനും ചേട്ടനും വലിയേട്ടൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയേട്ടൻ അങ്ങനെ പറഞ്ഞേ അങ്ങനെ പറഞ്ഞേ അല്ല അമ്മായി ഞാൻ ഇന്നേ വരെ ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഒരാഴ്ച കൂടുമ്പോ എപ്പോഴും ക്ലാസ്സിന് പോകണം, എക്സാം ഈ അടുത്ത നവംബറിലാണ് സെം എക്സാം നടക്കുക. 5 ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ 3 ദിവസം വീട്ടിലുണ്ടാവും. 2 ദിവസത്തില് ഒരു ദിവസം ഇവിടെ കാണും, പക്ഷെ ഒരു ദിവസം ക്ലാസ്സിൽ പോകും. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത് വെയ്യ അടക്കം ഇത് കൊടുക്കാല്ലേ, കോളേജ് വെയ്യ അടക്കം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഇന്റർവ്യൂ ഇറങ്ങുമ്പോ തീരുമാനമായിക്കോളും. എല്ലാം ഓക്കെ ആയിക്കോളും. അല്ല അത് മാമയില്ലേടാ അവിടെ? മാമുണ്ട്, അവന്റെ മാമയുണ്ട് കോളേജില്. ഓ എന്താണ് കോളേജില് ഡയറക്ടർ. ഡയറക്ടർ. അവന് പോകണ്ടല്ലോ. അല്ല ഡയറക്ടർ എക്സാം എഴുതുന്ന MD യൂണിവേഴ്സിറ്റി അല്ലേ. സപ്ലി വല്ലതും ഉണ്ടോ? പൈസ വീശി സപ്ലി സപ്ലി എന്തിന്? അതേ ഉള്ളന്ന് കുഴപ്പമില്ല. എന്റെ പൊന്ന ടോണ് മാറി തുടങ്ങി. അല്ല പൊന്നോന്ന് ഉദ്ദേശിച്ച കൊല്ലംകാർക്ക് അറിയാലോ, പൊന്നോന്ന് വെച്ചാ സ്നേഹമുള്ളവരെ വിളിക്കാം. അതെ എന്നെ ഒന്ന് വിളിച്ചത് പൊന്നെ എന്തോ അത് കേട്ടിട്ട് അയച്ചുപോയി. ഞാൻ പറയാം. ഇപ്പൊ ഈ വീഡിയോയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് സപ്പോർട്ടായിട്ട് ആരും ഇല്ലായിരുന്നു. അത് എല്ലാ ഇന്റർവ്യൂലും ഞാൻ പറഞ്ഞിട്ടുള്ള ഉമ്മായാലും വാപ്പായാലും ആരും ഇല്ലായിരുന്നു. എനിക്ക് ഞാൻ +10 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടാൻ തുടങ്ങിയ ഒരു പാട്ടിൻ്റെ ഉള്ളിൽ തുടങ്ങിയത്. +2 ആയപ്പോഴത്തേക്ക് എല്ലാരും വിചാരിച്ചു തോക്കുന്ന പറഞ്ഞ ഈ വീഡിയോ കുറെ പോയി നീ തോക്കും. പക്ഷെ എല്ലാരും ഞെട്ടിച്ചോണ്ട് +1 ഇടാൻ തുടങ്ങിയായിരുന്നോ? +1 ഉണ്ടായിരുന്നു. +1 +2 എല്ലാം ഉണ്ടായിരുന്നു. അപ്പം തൊട്ടാലും പറഞ്ഞത് ഇങ്ങനെ തോക്കും. +1 ഒരു വിഷയം പൊട്ടിയായിരുന്നു, അക്കൗണ്ടൻസി. അപ്പൊ കൊമേഴ്സ്. അപ്പൊ എല്ലാരും പറഞ്ഞു മോൻ പഠിക്കാൻ പോണ്ട, മോൻ ഇങ്ങനെ നടന്നോളാൻ പറഞ്ഞു. വീട്ടുകാര് പറയുമ്പോ പഠിക്കാൻ പോകണം, ഇങ്ങനെ നടന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെണ്ണ് കെട്ടുമ്പോ ജോലി ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞേക്കുന്ന. അപ്പം പറഞ്ഞു +2 ആയപ്പോഴത്തേക്ക് ടീച്ചർമാര് വരെ പറഞ്ഞു ഈ കൂട്ടത്തിൽ ഫസ്റ്റ് കിട്ടുന്നത് ആരാന്നറിയാം. ബ്രോ അല്ലേ? സാരമില്ല, നിന്നെ ആദ്യം കെട്ടിക്കാൻ നീ പറഞ്ഞ. അങ്ങനെ പറഞ്ഞ് ഇപ്പം +2 ആയപ്പോഴത്തേക്ക് ടീച്ചർമാരെല്ലാം പറഞ്ഞു നീ പഠിക്കണ്ട, നിന്റെ പുറകെ നടന്നോളാൻ പറഞ്ഞു. ഞാൻ ഒന്നും പഠിക്കുന്നില്ല, ക്ലാസ്സിലും കയറുന്നില്ല. അവിടുത്തെ ആർട്സ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് എക്സാം വന്നു. അക്കൗണ്ടൻസി പൊട്ടി, ബാക്കി എല്ലാത്തിനും ജയിച്ചു. അക്കൗണ്ടൻസി പൊട്ടി. അങ്ങനെ ഞാൻ വിചാരിച്ചു തോക്കൂന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന്. പക്ഷെ എറണാകുളത്ത് റിസൾട്ട് കഴിയുമ്പോൾ എനിക്ക് അറിയത്തില്ല എന്നാ റിസൾട്ട് വരുന്നത്. അന്ന് എറണാകുളത്ത് അന്ന് റിസൾട്ട് വരുന്ന ഡേറ്റ് അറിയില്ലേ? ഇല്ല. നിനക്ക് ഇനി എന്നാ എക്സാം? നവംബർ 3 മോഡൽ എന്നാ അറിയത്തില്ല. മെയിൻ എക്സാം നവംബർ 3. മിടുക്കനാ. പക്ഷെ ജയിക്കും, അതിന് കോൺഫിഡൻസ് ജയിക്കും. ഞാൻ എവിടെ പോയാലും ഞാൻ ജയിക്കും. +2 ജയിച്ചു. ഞാൻ പോലെ ഞെട്ടിപ്പോയി, ഉമ്മ ഞെട്ടി. എല്ലാവർക്കും ഷോക്കായിരുന്നിട്ട് വല്യാപ്പ പോയി എല്ലാരും കൊടുത്തു. മനസ്സിലായില്ല. വല്യാപ്പ ജയിച്ച അത്രയും നാള് ആരും സപ്പോർട്ട് ഇല്ലാത്തവരെല്ലാം ലഡു ഒക്കെ മേടിച്ച് നാട്ടുകാർക്ക് എല്ലാം കൊടുത്ത് ജയിച്ചെന്നും പറഞ്ഞു. മോൻ ജയിച്ചു. നീ ജയിച്ചത് നാട്ടിൽ തന്നെ വലിയ കാര്യമായി. ഞാൻ ജയിക്കുന്നവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. ശരിക്കും നീ എങ്ങനെ ജയിച്ചേ? തിരുമറി ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. പഠിച്ചു, കോപ്പി അടിച്ച് എഴുതി. കോപ്പി എല്ലാം പറയാ. എന്റെ കൂടെ ഇരിക്കുന്ന ഒരു നല്ലൊരു കൊച്ചായിരുന്നു, നല്ലോണം പഠിക്കുന്ന. പിന്നെ കൊച്ചെന്ന് വെച്ചാൽ ആങ്കൊച്ചാവും. ഞാൻ ഇങ്ങനെ കോപ്പി അടിക്കുന്ന ഇങ്ങനെ വെച്ചിട്ട് ടീച്ചർ വരുമ്പോ ഇങ്ങനെ നമ്മള് സാധാരണ ഇപ്പൊ ബെഞ്ച് ഇപ്പൊ ഒരു ടിപ്പ് പറഞ്ഞ ബെഞ്ച് ഇവിടെ കിടക്കണമെങ്കിൽ നമ്മളിങ്ങനെ നീങ്ങിയിരിക്കത്തില്ലേ, അതിന്റെ കാര്യം കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ വന്ന് ടിപ്പറാ ടിപ്പ്. ഇപ്പൊ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെരുതിയായി. അപ്പൊ അകലിച്ചെടുത്തത്. പക്ഷെ സാധാരണ എല്ലാരും പോയി ഇങ്ങനെ ഇരുന്നിരുന്ന. അപ്പൊ നമ്മളെ അറ്റത്തിരുന്നിട്ട് കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എത്തി നോക്കി എഴുതിയാലും മതി. അപ്പൊ എന്റെ വാപ്പ മനസ്സിലാക്കിയല്ലോ മോൻ എങ്ങനെ +2 ജയിച്ചെന്ന്. ലഡുവിന്റെ കാശ് പോയി. ടിപ്പൊക്കെ ഞങ്ങളപ്പോ ഭയങ്കര ഞങ്ങളുടെ അപ്പൊ ഇപ്പഴും പഠിക്കാൻ പോയായിരുന്നു. MBA ഒക്കെ വായി അവരെന്തോ പറഞ്ഞ എന്താ പറഞ്ഞേ? ഓ അല്ലേ, എവിടെ നിന്നാലും ഇങ്ങോട്ടേ എടുത്തോളല്ലേ. നമ്മൾ പറഞ്ഞോണ്ടിരുന്ന ടോപ്പിക് അതല്ല. അതാ ഞാൻ പറഞ്ഞില്ല, ഇത് വന്നാ പിന്നെ ഇങ്ങനെ പോകും. അപ്പൊ എന്തായാലും എക്സാം ഒക്കെ എഴുതാൻ നോക്കും. ജയിക്കണ്ടേ? ഇല്ല, ജയിക്കും, അതെനിക്ക് കോൺഫിഡൻസാ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? പിന്നെ അവരെല്ലാം ഒന്നിച്ച് തുണ്ട് വെച്ചിട്ടില്ലേ?
എവിടെ കോപ്പി അടിക്കാൻ ഇവിടെ ചേച്ചി ആയാലും കോപ്പി അടിച്ചിട്ടില്ല ഇതുവരെ. ഓ ഞാനതൊന്നും പുറത്തു അറിയില്ല. ഇന്റർവ്യൂ കഴിഞ്ഞ് പിന്നെ പറഞ്ഞുതരാം. അല്ല ഷെബിൻ ബ്രോ അടിച്ചിട്ടില്ല. എന്നാണെങ്കിൽ പിന്നെ പഠിക്കാൻ വിടുന്നു, പിന്നെ കാണാലോ. കോപ്പി അടിച്ചാൽ പറഞ്ഞോണ്ടിരിക്കുവോ? ഇല്ല, കോപ്പിയും പഠിക്കാം. എന്തൊക്കെയോ പറയൂലേ. ഓരിങ്ങനെ നീ വീട്ടിൽ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. എന്താ അന്നത്തെ ഇപ്പൊ നാട്ടുകാരെല്ലാം പറയുന്നത് അതാ പറഞ്ഞ ഞാൻ വന്ന് ഇപ്പൊ ഞാൻ എറണാകുളത്ത് അങ്ങനല്ല, അതല്ലേ പറയട്ടെ. ഇപ്പം പറ. എറണാകുളത്തുനിന്ന് ഇവരിപ്പോ ഇവിടെ ഇരിക്കുന്നത് നാട്ടിൽ ഞാൻ വരുന്ന എറണാകുളത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ വന്നെന്ന് അറിയാൻ പറ്റും. ഭയങ്കര ബഹളമാണ്, സൗണ്ട് ഒക്കെ സൗണ്ടാ, വയലന്റ് ആവേ. വയലന്റ് പെട്ടെന്ന്. ഞാനും പാപ്പായും കൂടെ എപ്പോഴും വയലന്റാ. വാപ്പ ഇപ്പൊ എന്തായാലും നല്ല കമ്പനിയാണ്. പിന്നെ ഭയങ്കര ഷെബിൻ അറിയാലോ. മൊത്തത്തിൽ എന്താവാൻ ആഗ്രഹം എല്ലാവരുടെയും? ഇപ്പൊ നേഴ്സിംഗ് ആണ് കഴിഞ്ഞെന്ന് പറഞ്ഞു, രണ്ടും ഫോക്കസ് ചെയ്യുന്നുണ്ട്, മ്യൂസിക്കും നേഴ്സിംഗും. നേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാനല്ലേ പ്ലാൻ? എങ്ങനെയാ? എനിക്ക് ആക്ച്വലി നഴ്സിംഗിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ശബ്ദമൊക്കെ എടുത്തിട്ടുണ്ട്, എന്റെ കുക്കിന് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ നഴ്സിംഗ് എടുക്കില്ലെന്ന്. ലാസ്റ്റ് അതിന്റെ 2 മാസം കഴിഞ്ഞപ്പം അഡ്മിഷൻ കിട്ടി നഴ്സിംഗ് കോളേജിൽ. പിന്നെന്താ, ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ജോലി, ആ ഒരു കോൺസെപ്റ്റിലാണ്. അല്ലാണ്ട് ഈ ഇപ്പൊ സ്റ്റഡി കംപ്ലീറ്റ് കഴിഞ്ഞോ? നഴ്സിംഗ് ഫുള്ള് ഞാൻ കഴിഞ്ഞു. ഇപ്പം 1 വർഷമാവുന്നു നഴ്സിംഗ് കഴിഞ്ഞിട്ട്. ഇപ്പം അടുത്ത ജോലിയൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഇത് ഇപ്പം സൈഡായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. ഇത് പണ്ട് തൊട്ട് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ ആരും വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എന്തോ തലവരെ തെളിഞ്ഞെന്ന് തോന്നുന്നു, ചെറുതായിട്ടൊക്കെ ഇറങ്ങി തുടങ്ങി. ഇപ്പൊ നഴ്സിംഗിന് ജോലിക്ക് കയറിയാൽ തന്നെ ഇത് സൈഡായിട്ട് കൊണ്ടുപോകണം. കണ്ടന്റ്സ് കൂടുതലും പല പല കണ്ടന്റ് ഒക്കെ ഇട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ബ്രോ ആണെങ്കിൽ ഇപ്പൊ ഇൻഫ്ലുവൻസിംഗ് ആണ് പിടിച്ചേക്കുന്നത്, അതായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പ്ലാൻ. അതായിട്ടും പിന്നെ എനിക്കൊരു ആർട്സും പരിപാടിയൊക്കെ എടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മളിപ്പോ പ്രൊഫഷണൽ ആയിട്ട് ആർട്സ് ചെയ്തില്ലേ, ഇപ്പൊ തിയേറ്ററിക്കൽ ആർട്സ് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതും ഇതേപോലെ തന്നെ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാം ഫ്രീലാൻസ് ആയിട്ടും അത് പതുക്കെ ഒരു കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. എന്താ ടാർഗറ്റ് ചെയ്യുന്നേ? എന്റെ ആക്ച്വലി എനിക്ക് പാട്ട് എഴുതണം, അങ്ങനെ മ്യൂസീഷ്യൻ ആവുന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ പ്രോഗ്രാംസ് ചെയ്യണം. ഇങ്ങനെ ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്, ബട്ട് അധികം ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഇതാവുള്ളൂ. ബട്ട് കിട്ടണൊക്കെ ചെയ്യും. സോ അങ്ങനെ പ്രോഗ്രാംസ് ചെയ്യണം. എൻ്റെ ഞാനായിട്ട് എഴുതിയ കുറച്ച് പാട്ട്, എൻ്റെ ഡ്രീം അതാണ്. ഞാൻ ഇങ്ങനെ റാൻഡംലി ഇപ്പോൾ എവിടെയെങ്കിലും കൂടി ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസ് കൂടി നടക്കുമ്പോൾ ഒരാൾ എൻ്റെ പാട്ട് കേട്ടോണ്ടിരിക്കണായിട്ട് ഞാനിങ്ങനെ കാണണം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് മുമ്പ് അവിടെ ഇങ്ങനെ പ്ലേലിസ്റ്റിൽ പെട്ടെന്ന് എൻ്റെ പാട്ട് പ്ലേ ആവണ പോലെ ഒരു അതാണ് ഭയങ്കര ഫീലാ. അതെ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ബസ്സിൽ പോകുന്ന ഒരു ടൈമിൽ എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഫീലാ. ഷെബിന്റെ ആഗ്രഹം എന്താ? ഫ്യൂച്ചർ ഗോൾ എന്താ? ഫ്യൂച്ചർ നല്ലൊരു മ്യൂസീഷ്യൻ ആവണം, നല്ല കുറെ പ്രോഗ്രാംസ് ചെയ്യണം, പിന്നെ ഒരു നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇനി മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒരു അടിപൊളി പാട്ട് പാടിത്തരാവോ? വൈ നോട്ട്? ഏത് പാട്ട് വേണം? ഏതായാലും കുഴപ്പമില്ല. മേഘപാളി താഴെ മഞ്ഞു തൂകി നിന്നെ മൂടി നിൽക്കവേ, കയലം നിന്നു പോയി ഏതോ മായ പോലെ ഒന്നായി നാം നടക്കവേ, നദിയിൽ ഓളങ്ങൾ കാണാത്ത കുലുസുകളായി കാറ്റിൻ സാരംഗി മൂളുന്നു മധുരമായി, നിനക്കു വേണ്ടി പ്രപഞ്ചമേ വിരിഞ്ഞു നിൽക്കയാ, പുള്ളിമാൻ കിടാവ് നെഞ്ചിലേറ്റിടും കുഞ്ഞു ചന്ദ്രബിംബമേ, കണ്ണൊഴിഞ്ഞൊഴിഞ്ഞു നിന്നെ നോക്കവേ, ഇതെന്തിതെന്തു ചന്തമേ, ദൂരെ നിന്നവൻ ഞാൻ ദൂതായി വന്നവൾ നീ, വാക്കായി പെയ്ത മോഹമേ, കാലം കാത്തു നിന്നെ തിരയാൻ വന്നതല്ലേ ഇന്നീ സ്വപ്നഭൂമിയിൽ, ഒരു ദാനാവോളം ആശിച്ച വിരലുകളിൽ പനിനീർ പൂചൂടി നിൽക്കുന്നു വിരഹിതനായി, പിറന്നു വീണു ഞാൻ ഈ മണ്ണിലായി നിനക്കു മാത്രമായി, പുള്ളിമാൻ കിടാവ് നെഞ്ചിലേറ്റിടും കുഞ്ഞു ചന്ദ്രബിംബമേ, കണ്ണു
കണ്ണൊഴിഞ്ഞൊഴിഞ്ഞു നിന്നെ നോക്കവേ ഇതെന്തിതെന്തു ചന്തമേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ, ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം, ഇതൊക്കെയാണ് നിങ്ങൾ. അപ്പോ എല്ലാവരുടെയും ഡ്രീം പോലെ മുന്നോട്ട് സക്സസ് ആയിട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.